സയൻസ് ഫിക്ഷൻ സിനിമകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഒരു വലിയ ചോദ്യം ഉയരും. ഇത് ശരിക്കും സംഭവിക്കുമോ? മനുഷ്യൻ അവൻ്റെ ഭാവിയിലേക്കോ ഭൂതകാലത്തിലേക്കോ പോകാനാകുമോ? ഭൂരിഭാഗം ആളുകളും ടൈം ട്രാവലിനെ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. എന്നാൽ ടൈം ട്രാവൽ സിദ്ധാന്തങ്ങളെ ശാസ്ത്രം പൂർണ്ണമായും നിരാകരിച്ചിട്ടില്ലെന്നതാണ് സത്യം. ടൈം ട്രാവൽ സംബന്ധിച്ച് വ്യത്യസ്ത വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളുമുണ്ട്. ഇന്ന് നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ടൈം ട്രാവൽ എന്ന അവകാശവാദം സത്യമാക്കിയ ചില കഥകളെക്കുറിച്ചാണ്. ഈ കഥകൾ നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടും. യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ചില നടന്ന ടൈം ട്രാവൽ കഥകളിതാ. എ ന്യൂ പെർസ്പെക്റ്റീവ് എന്ന പുസ്തകത്തിൽ സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള ഒരു പൈലറ്റിൻ്റെ കഥ പരാമർശിച്ചിട്ടുണ്ട്. അത് തികച്ചും അതിശയകരമാണ്. 1935 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലെ ഡ്രം എന്ന സ്ഥലത്ത് നിർമ്മിച്ച ഒരു എയർബേസിൻ്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ സർ വിക്ടർ ഗോഡാർഡ് എന്ന വിംഗ് കമാൻഡറെ അയച്ചു. എയർബേസ് കടന്നപ്പോൾ അവിടുത്തെ മോശം അവസ്ഥ അദ്ദേഹം കണ്ടു. എയർബേസ് അടച്ചിരുന്നു. എയർ സ്ട്രിപ്പിൽ പുല്ല് വളർന്നു. പശുക്കൾ സമീപത്ത് മേയുന്നുണ്ടായിരുന്നു. അതൊരു നശിച്ച എയർബേസ് പോലെ കാണപ്പെട്ടു. അവിടെ നിന്ന് പോയപ്പോൾ കാലാവസ്ഥ വളരെ മോശമായി. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വീണ്ടും എയർബേസിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹം അവിടെ തിരിച്ചെത്തിയപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മെച്ചപ്പെട്ടു. സൂര്യൻ മറനീക്കി വന്നു. എയർബേസിൽ പ്രവർത്തനം നടക്കുന്നതായി അദ്ദേഹം കണ്ടു. നീല യൂണിഫോമിലാണ് ആളുകളെ കണ്ടത്. എന്നാൽ അക്കാലത്ത് കാക്കി യൂണിഫോമായിരുന്നു ഉണ്ടായിരുന്നത്. വിമാനങ്ങൾ മഞ്ഞ നിറത്തിന് പകരം വെള്ളയായിരുന്നു. അദ്ദേഹത്തിന് ആ വിമാനങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വിക്ടർ അവിടെ നിന്ന് മടങ്ങിയെങ്കിലും 4 വർഷത്തിന് ശേഷം വീണ്ടും അതേ എയർബേസിലേക്ക് അദ്ദേഹം എത്തി. അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടി. 4 വർഷം മുമ്പ് താൻ കണ്ട അതേ ദൃശ്യമായിരുന്നു അവിടെ. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ വിമാനങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. എല്ലാം ഒരു ദേജാവു പോലെ അയാൾക്ക് തോന്നി. ഭാവിയിൽ വിക്ടർ 4 വർഷം മുന്നോട്ട് പോയിരിക്കാമെന്ന് പുസ്തകത്തിൽ അവകാശപ്പെട്ടിട്ടുണ്ട്. 1988 സ്ട്രേഞ്ച് മാഗസീനിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ടൈം ട്രാവലർ എന്ന തലക്കെട്ടുള്ള കെൻ മ്യൂക്സ് എന്ന വ്യക്തിയാണ് ഈ ലേഖനം എഴുതിയത്. 1969 എൽസി ബെക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും റോഡിൽ ഒരു വിചിത്ര കാർ കണ്ട കഥയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ ലേഖനം. അമേരിക്കയിലെ സൗത്ത് വെസ്റ്റ് ലൂസിയാനയിലാണ് സംഭവം. ഒക്ടോബർ 20 ഇരുവരും കാറിൽ പോകുമ്പോൾ വിജനമായ ഹൈവേയിലൂടെ ഒരു പഴയ കാർ നീങ്ങുന്നത് കണ്ടു. കാറിന് നല്ല തിളക്കമുണ്ടായിരുന്നുവെങ്കിലും അത് പഴയ മോഡലായിരുന്നു. കൗതുകത്താൽ അയാൾ കാറിനടുത്തേക്ക് പോയി. അതിനുള്ളിൽ ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഇരിക്കുന്നത് കണ്ടു. ഇരുവരുടെയും വസ്ത്രങ്ങൾ 1940 കാലഘട്ടത്തിലേതുപോലെയുള്ളതായിരുന്നു. ഇവരെ കണ്ടതോടെ യുവതി ഭയന്നു. എൽസി ബാക്ക് യുവതിയോട് വാഹനം നിർത്താൻ പലതവണ ആവശ്യപ്പെട്ടു. അവർ മുന്നോട്ട് പോയി കാർ നിർത്തി. പുറകിൽ നിന്ന് എൽസി ബാക്ക് വന്ന് യുവതിയുടെ കാറിന് മുന്നിൽ കാർ നിർത്തി. പുറത്തിറങ്ങി കാറിന് നേരെ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് കാർ അവിടെ നിന്നും അപ്രത്യക്ഷമായി. ഹൈവേ വിജനമായിരുന്നു. ദൂരെയായി ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞതുമില്ല. 1932 ജർമ്മനിയിലെ ഹാംബർഗ് ഷിപ്പ്യാർഡിൻ്റെ ഫോട്ടോ എടുക്കാൻ റിപ്പോർട്ടർ ജെ ബെർണാഡ് ഹട്ടണിനെയും ഫോട്ടോഗ്രാഫർ ജോക്കിൻ ബ്രാൻഡിറ്റിനെയും അയച്ചു. പെട്ടെന്ന് കുറേ യുദ്ധവിമാനങ്ങൾ അവിടെ എത്തുകയും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. കെട്ടിടത്തിന് മുകളിൽ ബോംബുകൾ വീഴാൻ തുടങ്ങി. വെടിയുണ്ടകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. എങ്ങനെയോ അവിടെ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അവർ ഹാംബർഗ് നഗരത്തിലെത്തിയപ്പോൾ അവിടെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. പുകയില്ല, വിമാനങ്ങളില്ല, കെട്ടിടങ്ങളും തികച്ചും സാധാരണ പോലെയായിരുന്നു. കപ്പൽശാലയുടെ ചിത്രം കണ്ടപ്പോൾ അത് തികച്ചും സാധാരണ പോലെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഓഫീസിലുള്ളവർ അംഗീകരിച്ചില്ല. 1943 ഹാംബർഗ് ഷിപ്പ്യാർഡിൽ ആക്രമണം നടന്നു. 11 വർഷം മുമ്പ് താൻ കണ്ട കാഴ്ചകൾ അതുപോലെയായിരുന്നു വാർത്തയിൽ വിവരിച്ചിരുന്നത്. 2256 നിന്ന് വന്ന വ്യക്തി. 2003 ജനുവരി 28 അമേരിക്കയിലെ ആൻഡ്രൂ കാൽസിൻ എന്നൊരു വ്യക്തി അറസ്റ്റിലായി. വാൾ സ്ട്രീറ്റിലെ ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ പേരിലാണ് ഇയാളെ പിടികൂടിയത്. അദ്ദേഹം വെറും $800 ഉപയോഗിച്ച് 350 ദശലക്ഷം ഡോളറാക്കി, അതായത് 2000 കോടി രൂപയാക്കി മാറ്റി എല്ലാവരെയും അമ്പരിപ്പിച്ചു. താൻ 2256 വന്നതാണെന്നും ഏതൊക്കെ ഓഹരികൾ കുതിക്കുമെന്ന് തനിക്കറിയാമെന്നും ചോദ്യം ചെയ്യലിൽ അയാൾ പറഞ്ഞു. എന്നാൽ അയാൾ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല. പിന്നീട് ജാമ്യത്തിലിറങ്ങി അയാൾ എന്നേക്കുമായി അപ്രത്യക്ഷനായി. പിന്നീട് ആരും അയാളെ കണ്ടിട്ടേയില്ല.
1954 ജപ്പാനിലെ വിമാനത്താവളത്തിൽ വന്ന ഒരാൾ താൻ ടോർട്ട് എന്ന രാജ്യത്ത് നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും മറ്റ് രേഖകളും പരിശോധിച്ചപ്പോൾ പറഞ്ഞതെല്ലാം പൂർണ്ണമായും ശരിയാണെന്ന് തോന്നി. എന്നാൽ ടോർട്ട് എന്നൊരു രാജ്യമില്ല എന്നതായിരുന്നു ആശ്ചര്യകരമായ കാര്യം. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ലോക ഭൂപടം കാണിച്ച് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്പെയിനിനും ഫ്രാൻസിനും ഇടയിലുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. അതിനെ പ്രിൻസിപ്പാലിറ്റി ഓഫ് അൻഡോറ എന്ന് വിളിക്കുന്നു. ആളുകൾ തൻ്റെ രാജ്യത്തെ അൻഡോറ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആ വ്യക്തിയും ആശ്ചര്യപ്പെട്ടു. സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് അടുത്തുള്ള ഹോട്ടലിൽ ഒരു രാത്രി താമസിപ്പിച്ചു. മുറിക്ക് പുറത്ത് 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. എന്നാൽ പിറ്റേന്ന് രാവിലെ അവർ മുറി തുറന്നു നോക്കിയപ്പോൾ ആ വ്യക്തി അപ്രത്യക്ഷനായിരുന്നു. ഇതുവരെ എന്നെ കേൾക്കാൻ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.